അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരും റാഹത്തല്ലേ? നമ്മുടെ 33 ദിവസത്തെ ഈ ഒരു യാത്രയുടെ 11ാമത്തെ ദിവസമാണ് ഇന്നല്ലേ. എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പഠിച്ച ആ 3 നാമങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എവിടെയാണെങ്കിലും നമ്മെ കാണുന്ന അൽ ബസീർ, അന്തിമമായി വിധി തീർപ്പാക്കുന്ന അൽ ഹക്കം, ആരോടും ഒരു അണു പോലും അനീതി കാണിക്കാത്ത അൽ ആദിൽ. റബ്ബിൻ്റെ ആ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ടെന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, നമുക്ക് എത്ര വലിയ ആശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ 3 സുന്ദരമായ നാമങ്ങളാണ്: അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ ഹലീം. ഫസ്റ്റ് പഠിക്കുന്നത് അൽ ലത്തീഫ്. ഞാൻ ചെറിയൊരു കഥ പറയാം പ്രിയപ്പെട്ട സഹോദരിമാരെ. അൽ ലത്തീഫ് എന്നാൽ അങ്ങേയറ്റം ദയുള്ളവൻ എന്നാണ്. സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അറിഞ്ഞു നൽകുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ കേൾക്കാം. ഒരിക്കലൊരു ഉമ്മ തൻ്റെ ചെറിയ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തി. കുഞ്ഞ് ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? പതുക്കെ എഴുന്നേറ്റ് കിച്ചണിലോട്ടേക്ക് പോയി. കുഞ്ഞ് ഉറക്കത്തിലൊന്ന് തിരിഞ്ഞപ്പോൾ അവൻ്റെ പുതപ്പൊന്ന് മാറിപ്പോയി. ആരും കാണുന്നില്ല, ഉമ്മ അടുക്കളയിലാണ്. എന്നാൽ ആ കുഞ്ഞിന് തണുക്കാതിരിക്കാൻ അവൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ചൂട് നൽകുന്നവനും അവൻ ഉണരാതെ തന്നെ അവനെ പരിരക്ഷിക്കുന്നതുമായ ഒരു റബ്ബില്ലേ, അതാണ് അൽ ലത്തീഫ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ പല ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ഈ ലത്തീഫായ റബ്ബാണ്. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ അറിഞ്ഞു തരുന്ന സ്നേഹനിധി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് അൽ ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ പോലും കൃത്യമായിട്ട് അറിയുന്നവനാണ് അവൻ. നമ്മൾ ചിലപ്പോൾ പുറമെ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ വലിയൊരു സങ്കടം കടലായിട്ട് ഇങ്ങനെ ഇരുമ്പുന്നുണ്ടാവും. ആരോടും പറയാൻ പറ്റാത്ത ആ ഒരു രഹസ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ കോണിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന അൽ ഖബീർ. അവൻ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ആ ഒരു അറിവ് തന്നെ മതി, നമുക്ക് വലിയൊരു സമാധാനമാണ് അല്ലേ. അവനറിയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തിനു പേടിക്കണം അല്ലേ? അൽഹംദുലില്ലാഹ്. ഇനി 3ാമത് പഠിക്കുന്നത് അൽ ഹലീം, അങ്ങേയറ്റം ക്ഷമയുള്ളവൻ. ഇത് നമുക്ക് ഒത്തിരി ആശ്വാസം നൽകുന്ന നാമമാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര തവണ അള്ളാഹുവിനെ മറക്കുന്നുണ്ട്, എന്നിട്ടും അവൻ നമ്മെ ശിക്ഷിക്കാൻ ധൃതി കാണിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഭക്ഷണം നൽകുന്നു, ശ്വസിക്കാൻ വായു നൽകുന്നു. നമ്മൾ മടങ്ങി വരുമെന്ന് കരുതിയിട്ട് അവൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ മക്കൾ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാണ്, നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും അല്ലേ, അവരെ ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ റബ്ബ് അങ്ങനെയല്ല, അവന് അൽ ഹലീമാണ്. അടിമകൾക്ക് തൗബ ചെയ്യാനുള്ള സമയം നൽകുന്ന ക്ഷമാശീലനാണ് അവൻ. മാഷാ അല്ലാഹ്. നമ്മളെ തന്നെ കുറേ കണക്ട് ചെയ്യാനുണ്ടല്ലേ റബ്ബുമായിട്ട്. നമ്മളൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവനെക്കുറിച്ച് അറിയുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്. ആ ഒരു മാറ്റം, അതാണ് നമ്മുടെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അവനെ കൂടുതൽ അറിയാം. ഇതാണ് ലക്ഷ്യം അല്ലേ. ഇന്നത്തെ ടാസ്ക് പറയാം. യാ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഇസ്മുണ്ടല്ലോ, ഇത് നിങ്ങൾ 129 തവണ ചൊല്ലിയിട്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം.
ഇത് നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒന്നാമത്തെ ടാസ്ക്കാണ് കേട്ടോ. രണ്ടാമത്തത് നമ്മൾ ക്ഷമ ശീലിക്കണം അല്ലേ. ഇത് നമ്മൾ മക്കളോടോ ഭർത്താവിനോടോ ആരോടെങ്കിലും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും അല്ലേ, ഇന്നല്ല എപ്പെങ്കിലും. അപ്പോൾ ഇനി അങ്ങോട്ട് ദേഷ്യം വരുമ്പോൾ അൽ ഹലീമായ റബ്ബിനെ ഓർത്തിട്ട് നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ക്ഷമ ശീലിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തത് നമ്മൾ ഡെയിലി ചെല്ലുന്നത് പോലെ 33 വട്ടം യാ ലത്തീഫ്, യാ ഖബീർ, യാ ഹലീം, ഈ 3 ഇസ്മും 33 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയിട്ട് കിടക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് 12ാമത്തെ ക്ലാസ്സാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഗാംഭീര്യമുള്ള നാമങ്ങൾ നമ്മൾ നാളെ പഠിക്കാൻ പോവാണ്. അങ്ങേയറ്റം മഹത്വമുള്ള ആൽ അലീമിനെയും ഏറെ പൊറുക്കുന്ന ആൽ ഗഫൂറിനെയും നന്ദിയുള്ളവർക്ക് കൂടുതൽ നൽകുന്ന അശക്കൂറിനെയും നമുക്ക് നാളെ പഠിക്കാം. ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ കാണാം അല്ലേ. അസ്സലാമു അലൈക്കും.